ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ഹൗസീസ് കിച്ചൻ. ഇന്ന് നമ്മളൊരു കായ ബജ്ജി ഉണ്ടാക്കിയാലോ? നല്ല മഴയൊക്കെ അല്ലേ. നമ്മൾ ഇതുപോലത്തെ 3 കായാണ് എടുത്തിരിക്കുന്നത്. ഇത് പൊണ്ണങ്കായ എന്നാണ് പറയുക. ഇനി ഇതിനെ 2 സൈഡ് നമുക്ക് കട്ട് ചെയ്ത് കളയാം. എന്നിട്ട് തൊലി നമുക്ക് പീൽ ചെയ്തെടുക്കുക. നല്ല കനത്തിലൊന്നും തൊലി കളയേണ്ട ആവശ്യമില്ല, ചെറുതായിട്ട് പീൽ ചെയ്തെടുത്താൽ മതി. ഇപ്പം നമ്മൾ 3 കായ ഇവിടെ പീൽ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഒരു പാത്രത്തിൽ വെള്ളം എടുത്തിട്ട് അതിൽ കുറച്ച് കല്ലുപ്പിട്ടൊക്കെയുണ്ട്. കായ നൈസായിട്ട് സ്ലൈസ് ചെയ്തിട്ട് അതിലേക്ക് ഇട്ട് കൊടുക്കണം. ഇതിപ്പോൾ 3 മാത്രമേ ഞാനിങ്ങനെ വലുതായിട്ട് എടുക്കണുള്ളൂ. ബാക്കി ഞാൻ ചെറുതാക്കിയിട്ടാണ് കട്ട് ചെയ്തെടുക്കണത്. ഇതുപോലെ. ഇത് 5 മിനിറ്റാണ് വെള്ളത്തിലിട്ട് വെക്കണത്. 5 മിനിറ്റ് കഴിഞ്ഞാൽ സ്ട്രെയിനറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ബജിക്കുള്ള ബാറ്റർ തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഒരു ബൗൾ എടുത്തിട്ടുണ്ട്. അതിലേക്ക് 1.5 കപ്പ് കടലമാവ് ഇട്ട് കൊടുക്കുന്നുണ്ട്. 2 ടേബിൾ സ്പൂൺ അരിപ്പൊടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി, ആവശ്യത്തിന് ഉപ്പ്, 1 ടീസ്പൂൺ കായംപൊടി, 1 ടീസ്പൂൺ ചിക്കൻ മസാല പൊടി. ഇനി ഇതെല്ലാം കൂടി ഒരു സ്പൂൺ വെച്ചിട്ട് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചിട്ട് ഇതിലേക്ക് 1 കപ്പ് വെള്ളമാണ് ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത്. 250 മില്ലിയുടെ കപ്പാണ്. അത് മുഴുവനായിട്ട് ഒഴിച്ചു കൊടുക്കണില്ല, അതിന് പകുതി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ബാറ്ററി ലൂസായിട്ടില്ല, അപ്പം നമുക്ക് ബാക്കി വെള്ളം കൂടി ഒഴിച്ചു കൊടുത്തിട്ട് വിസ്ക് ഉപയോഗിച്ച് നന്നായി ഇളക്കിയെടുക്കാം. നമ്മുടെ ബാറ്ററി ഈ പരുവത്തിലാണ് കിട്ടേണ്ടത്. ബജ്ജി വറുത്തെടുക്കാൻ വേണ്ടിയിട്ട് ഒരു ചട്ടിയിൽ എണ്ണ ഒഴിച്ചിട്ട് ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. എണ്ണ നന്നായി തിളച്ച് വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമ്മുടെ ബാറ്ററിയിലേക്ക് 1 പിഞ്ച് ബേക്കിംഗ് സോഡ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഒരു വിസ്ക് ഉപയോഗിച്ച് നന്നായി ഇളക്കി കൊടുക്കണം. എന്നിട്ട് ആ ബാറ്ററിയിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ച കായയുടെ പീസുകൾ ഇട്ട് കൊടുക്കുന്നുണ്ട്. ബാറ്ററിൽ മുങ്ങിക്കിടക്കണം. ഇനി ഓരോന്നായി എടുത്തിട്ട് നമ്മുടെ തിളച്ച എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കുക. എണ്ണയിലേക്ക് ഇടുന്ന സമയത്ത് ഫ്ലെയിം കൂട്ടി തന്നെ വെക്കണം. പിന്നെ എല്ലാതും ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് ഫ്ലെയിം കുറച്ച് വെക്കാം. ഇതിപ്പോൾ ഒരു സൈഡ് ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് തിരിച്ചു മറിച്ചൊക്കെ ഇട്ട് കൊടുക്കാം. ഇത് 2 സൈഡ് ആയിട്ടുണ്ടല്ലോ. ഇനി നമുക്കിത് കോരിയെടുക്കാം. ഈ രീതിയിൽ കായ ബജ്ജി ഉണ്ടാക്കുമ്പോൾ എണ്ണ ഒട്ടും കുടിക്കാതെ നമുക്ക് കിട്ടും. ഇനി കായ ബജ്ജി ഉണ്ടാക്കുമ്പോൾ ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കൂ കേട്ടോ. ഒട്ടും ഇഷ്ടമില്ലാത്ത നമ്മുടെ മക്കൾ വരെ ഇത് കഴിച്ചു പോകും. ഇനി ഇതിലേക്ക് വേണ്ടിയിട്ടുള്ള ചമ്മന്തി നമുക്ക് റെഡിയാക്കാം. അതിന് വേണ്ടിയിട്ട് ഒരു സവാള ചെറുതായി അരിഞ്ഞിട്ട് മിക്സിയുടെ ജാറിലിട്ടുണ്ട്. ഇതിലേക്ക് ഇനി 1 ടീസ്പൂണ് കാശ്മീരി മുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി 1 ടീസ്പൂണ് ഉപ്പ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. 1 ടീസ്പൂണ് വിനാഗിരി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതെല്ലാം കൂടി നന്നായി അടിച്ചെടുക്കണം. മിക്സിയുടെ ചെറിയ ജാറിൽ ചമ്മന്തിയൊക്കെ ഇറക്കണേലാണ് അടിച്ചെടുക്കണത്. വെള്ളം ചേർത്തിട്ടില്ല. അപ്പോൾ നമ്മുടെ ബജ്ജിയിലേക്കുള്ള ചമ്മന്തി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ബജ്ജിയും ചമ്മന്തിയും എല്ലാം പാടെ നമുക്കൊന്ന് സെർവ് ചെയ്യാം. ഇനി ബജ്ജിയൊക്കെ ഉണ്ടാക്കുമ്പോൾ ഈ രീതിയിലൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്സൊക്കെ അറിയിക്കണേ. നല്ല മഴയുള്ള സമയത്ത് നല്ല ചൂട് കട്ടൻ ചായക്കൊപ്പം കഴിക്കാൻ പറ്റിയ നല്ലൊരു ഐറ്റം തന്നെയാണ്. ഞാനിവിടെ മഴയൊക്കെ കണ്ടിട്ട് ബാൽക്കണിയിൽ പോയി ഇരിക്കാൻ വിചാരിച്ചിട്ടാണ് ചെയ്തത്. പക്ഷെ ഞങ്ങളിതൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞ് ബാൽക്കണിയിൽ എത്തിയപ്പോഴേക്കും മഴയൊക്കെ പോയിരിക്കണം. ഇനിയിപ്പോൾ നമ്മുടെ ഭാരതപ്പുഴയുടെ സൗന്ദര്യം ആസ്വദിച്ചിട്ട് കഴിക്കാം. ഇന്നത്തെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. താങ്ക് യു.